ഹായ്. 2 ദിവസം വീഡിയോ എടുത്തിട്ടാ ഒന്നും ഇടാനുണ്ടായിട്ട. എന്തിപ്പോൾ എന്നും ഇങ്ങനെ തന്നെ ഇടയിലെന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയില്ലവർക്ക് എല്ലാവർക്കും ഇങ്ങനെ പോകുന്നു. പിന്നെ നമ്മൾ അവിടെ നരപ്പാടി ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ദിവസം 2 തൊട്ട് 16 വരെ ഉണ്ട് പ്രതിഷ്ഠ. എല്ലാവരും അറിയുന്നവരാണെങ്കിൽ പോയിക്കോളൂ, പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് വന്നോളൂ. ഞങ്ങൾ പോയിട്ടാ, എൻ്റെ ഫ്രണ്ട് വരണം. ഫ്രണ്ട് വന്നതിന് ശേഷം ഒന്നിച്ച് പോവാറിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം പോകണം, അന്നേരം വീഡിയോ എടുക്കാട്ടെ. പിന്നെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചു. അല്ല, രാത്രിത്തെ കഴിച്ചിട്ടാ, വൈകുന്നേരത്തെ കഴിച്ചു. വൈകുന്നേരം അമ്മക്ക് ഇതായിരുന്നു നാരപ്പാടിയിലത്തെ പൊരി പ്രസാദം. ഞാൻ തിന്നിട്ടായി പൊരിയാണ്. പിന്നെ അമ്മക്ക് പാമ്പസ് ഇതാണ്, പാമ്പസ്. ഈ പാമ്പസാണ് കിട്ടുന്നത്. ഇത് പിന്നെ ദിവസം 2 അല്ലെങ്കിൽ ഓരോരുക്ക 3 എല്ലാം വേണം ഈ പാമ്പസ്. അങ്ങനെയായിരുന്നു കൊണ്ടിരുന്നത്. നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് ഞങ്ങൾ ഇന്ന് രാവിലെ വെള്ളപ്പാന്നാക്കിയതല്ല, മസാല ദോശ ആക്കിയത്. അത് വൈകുന്നേരത്തേക്ക് ഉണ്ടായിട്ട. അപ്പോൾ അമ്മ പറഞ്ഞ് വട എണ്ണയിലിട്ട് തരണം, പിന്നെ ഇത് എണ്ണയിലിട്ട് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് 4-5 അധികമായി. അപ്പോൾ ഇതിക്ക് ഉപ്പ് കൂടുതലും. അങ്ങനെ അമ്മ എന്ന് പറഞ്ഞ് എനിക്കത് വേണ്ട, ഇത് തിന്നിന്, ഇത് പാൽപ്പൊരി തിന്നിന്, ഇത് വെറുതെ ഇങ്ങനെ തിന്നുന്നു, ഇതിൽ വേറെ എന്ത് നമുക്ക് വേണമെന്നില്ല. കണ്ണിൻ്റെ ഇട ചുവപ്പ് വരുന്നത്, കുറേ കഴിയുമ്പോൾ കറുപ്പ് വരുന്നത്, എന്തോ അലർജി വിത്തിൻ്റെ അലർജിയായി. ഇപ്പോൾ തോര, കടല, പയർ ഇങ്ങനത്തതിൻ്റെ അലർജിയോ, അല്ലാതെ ഇത് 3-ാമത്തെ നിലയിലല്ലേ ചൂടിൻ്റെ അലർജിയോ, അല്ല ഉറങ്ങാത്തത് കൊണ്ടോ, അമ്മ ഉറങ്ങുന്നില്ലല്ലോ, ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും, കണ്ണിന് ചുറ്റുമാകുമ്പോൾ ഉറങ്ങാത്തത് കൊണ്ട് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ ഏതാണെന്ന് കണ്ടുപിടിക്കണം, നിങ്ങളേതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഒഴിവാക്കണം, എന്നാലേ ഇതിന് മരുന്നൊന്നും ഇല്ലാന്ന് ഒഴിവാക്കിയാൽ മതി. പിന്നെ അമ്മ ഉറങ്ങൂലല്ലോ, അപ്പോൾ പിന്നെ അത് ഒഴിവാക്കാൻ കഴിയാം. നമ്മൾ 3-ാമത്തെ നിലയിൽ ചൂടുണ്ടാവും, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ കടല, തോര, അതെല്ലാം വിത്തലേ ഇടയുള്ളൂ ഇങ്ങനെ, അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം ഇത് തരക്കറി പച്ചക്കറിയെല്ലാം തിന്നുന്നുണ്ട്. അപ്പോൾ അതും ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കാൻ പറ്റാത്തതെല്ലാം പറയുന്നു ഡോക്ടർ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്ത് പോകുമ്പോൾ എല്ലാവരും എന്തേ ചോപ്പ്, എന്തേ സ്ക്രീം തേക്കുന്ന എന്നെല്ലാം ചോദിക്കുന്നു. സ്ക്രീം പോയിട്ട് പൗഡർ പോലും ഇടലില്ല ഞാൻ. പിന്നെ പണ്ട് ചെറുപ്പത്തിലല്ല പൗഡർ പിന്നെ നല്ല സുന്ദരിയായിട്ട് പോകുന്നുണ്ട് പുറത്തേക്ക് പോകുമ്പോൾ. ഇപ്പം ഒന്നുമില്ല, സമയം ഉണ്ടാകുന്നില്ല, ഒരു സമയം വേണ്ടേ പോകുമ്പോൾ. നാളെ ഞാൻ വൈകുന്നേരം 4 മണിക്ക് പോകാറിട്ടുണ്ട്. അപ്പോൾ ഒരു പെണ്ണുണ്ട് 25 വയസ്സിലെ. ആ പെണ്ണി രാവിലെ വൈകുന്നേരം വരും. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് സമയമാകും. അപ്പോൾ ചെറിയ പെണ്ണാണ്, ഞാൻ കാണുകയാണ് അത്ര. അപ്പോൾ അവളെ നിർത്തിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് 2 കാര്യങ്ങളും സാധിക്കാനുണ്ട്. മോനൊരു പെണ്ണാലോചന ശരിയായിട്ടുണ്ട്, ശരിയായതല്ല നോക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാൻ പോകണം വ്യാഴാഴ്ച. വെള്ളിയാഴ്ച പൊങ്കാല കലങ്ങനപ്പ് എന്ന് പറയും പാലക്കുന്നമ്പലത്തിൽ, അതിനും പോകണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം, ശനിയാഴ്ച രാവിലെയാണ് കാലം എടുക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സാമ്പാർ തന്നെ വേണം, പച്ചക്കറി തന്നെ വേണം, സാമ്പാറല്ല പച്ചക്കറി തന്നെ വേണം. അത് ചാറ് കറി വേണം അതിന് വഴിപാടിന് കഴിക്കാൻ. അങ്ങനെയുണ്ട്. അപ്പോൾ പിന്നെ ഇത് എല്ലാവരും ചോദിക്കുമ്പോൾ ഭയങ്കര ഇതുണ്ട്. കുറേ കഴിയുമ്പോൾ ഈ ചുവപ്പെല്ലാം പോയിട്ട് കറുപ്പ് വരും, പിന്നെ കറുപ്പെല്ലാം പോയിട്ട് ചുവപ്പ് വരും. എന്തൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം.
ഇതിനെന്തെങ്കിലും മരുന്നുണ്ട് പോകുമ്പോഴേ ഉറക്ക വേണമെന്ന് ഉറക്കില്ലെങ്കിലാണ് ഇങ്ങനെ കറുപ്പ് എല്ലാം വരുന്നത്. എനിക്ക് ഉറക്ക് തീരെയില്ല. അന്നേരം ഉറങ്ങേണ്ട ടൈമില്ല, 2 മണിയെല്ലാം ഉറങ്ങുമ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ വിളിച്ചുകൊണ്ടിരും. നമ്മളിപ്പോൾ കുളിച്ചിട്ടല്ല 9 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ കിടന്നു കഴിഞ്ഞാൽ ചില അമ്മ ഇടയ്ക്ക് ഇങ്ങനെ കിരികിരിയല്ലേ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ടി വി റിമോട്ട് കാണുന്നുണ്ടോ? റിമോട്ട് കയ്യിൽ തന്നെ പിടിച്ചിട്ടുണ്ട്, തരില്ല. റിമോട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട്, തരില്ല. കുളിച്ചിട്ടല്ലേ തരില്ല. നല്ല ഉറങ്ങുമ്പോൾ റിമോട്ട് എടുത്തെങ്കിൽ അപ്പോൾ അറിഞ്ഞു. പിന്നെ ടി വിയിൽ സൗണ്ട് നല്ല കുറച്ചെങ്കിൽ ഉറക്ക് പോയി. അങ്ങനെയുള്ളൊരു അമ്മയാണ് എനിക്ക് കിട്ടി. എനിക്കുള്ളത് അവര് സന്തോഷമല്ലേ നമുക്ക് സന്തോഷം. ഈശ്വരൻ അങ്ങനെയാണ്. കുറേ ആയുസ് കൊടുക്കട്ടെപ്പ. അമ്മ ഇല്ലെങ്കിൽ ഞാനില്ല. അമ്മ നമുക്കൊന്നും പറ്റാതിരിക്കട്ടെ. അമ്മേനെ കരിച്ചിരിക്കുമ്പോഴേ സങ്കടം വരും. അമ്മ ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല, ഞാനും ജീവിച്ചിരിക്കും. അമ്മയ്ക്ക് ഈശ്വരൻ ആയുസ് കൊടുക്കട്ടെ. പിന്നെ അമ്മ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ പറയലുണ്ട്, നീ വരുമ്പോഴേക്ക് ഞാൻ പോകും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അമ്മ പാവം അമ്മയാണ്. അവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അവർക്ക് ആരും ഇല്ലല്ലോ ഇങ്ങനെ സംസാരിക്കാൻ. പ്രായമുള്ളവരെ വേറെ തന്നെ കാണുന്നത് വീട്ടിലുള്ളവരുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അവർ പറയുന്നതിനനുസരിച്ചിട്ട് മൂളണം. അവർ പറയുന്നതിനനുസരിച്ചിട്ട് മറുപടി കൊടുക്കും. അപ്പോൾ അവർക്ക് സന്തോഷം. അവർ സന്തോഷമല്ലേ നമ്മളും സന്തോഷം. അങ്ങനെ ഞാൻ കരുതി. అమ్మకి ఈశ్వరం